ഗൈനക്കോളജി ഒപിയിൽ ഒരു ദിവസം വരുന്ന പേഷ്യൻസിൽ 5 പേരിൽ ഒരാളുടെ പ്രശ്നം PCO അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്നുള്ളതിൻ്റെ ഏതെങ്കിലും ഒരു ലക്ഷണമായിരിക്കാം. എന്താണ് ഈ PCOS? ഞാൻ ഡോക്ടർ ലേഖ KL, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്. ചെറുപ്പക്കാരായ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഹോർമോൺ ഇംബാലൻസ് ആണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ആദ്യമേ തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് PCOSഉം PCODയും ഒന്ന് തന്നെയാണോ എന്നാണ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. പല അസുഖ ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരവസ്ഥയാണ് PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഡിസീസ് എന്നല്ല നമ്മളൊരു സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് മെൻസസ് തുടങ്ങി 1-2 വർഷം കഴിഞ്ഞ കുട്ടികൾ മുതൽ ചെറുപ്പക്കാരായ സ്ത്രീകളും മെൻസസ് ആർത്തവ വിരാമത്തോടടുത്ത സ്ത്രീകൾ ഇത്രയും ആൾക്കാരിൽ കണ്ടുവരാറുണ്ട്. അതായത് ഒരു 12-13 വയസ്സ് മുതൽ 45-50 വയസ്സ് വരെയുള്ള സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് PCOS. ചിലരിൽ ചെറിയ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ആണ് കാണിക്കുന്നതെങ്കിൽ മറ്റു ചിലരിൽ മാസങ്ങളോളം മെൻസസ് വരാതിരിക്കുകയും വന്നു കഴിഞ്ഞാൽ അമിത രക്തസ്രാവം, നിൽക്കാതെയുള്ള രക്തസ്രാവം എന്നിവയും കാണിക്കാറുണ്ട്. മറ്റു ചിലരുടെ പ്രശ്നം അമിത വണ്ണമാകാം, ദേഹത്ത് കൂടുതലായി രോമവളർച്ച, അതായത് ഫേസിലും മറ്റും കൂടുതലായി രോമവളർച്ച കാണുന്നതാകാം, തലമുടി കൊഴിയുന്നതാകാം, മുഖക്കുരു കൂടുതൽ വരുന്നതാകാം, കഴുത്തിന് ചുറ്റും കറുപ്പ് കൂടുതലായി കാണപ്പെടുന്നു. പിന്നെ 25-30 വയസ്സ്, 30-35 വയസ്സിനിടയിലുള്ള സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് ഇതൊരു കാരണമാകാം. കല്യാണം കഴിച്ച് 2-3 വർഷമായി കുട്ടികളാകാൻ ട്രൈ ചെയ്യുന്നു, ഇതുവരെയും കുട്ടികളായില്ല. ഇതുപോലെ പല ലക്ഷണങ്ങളോടുകൂടി പ്രസന്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഈ ഓരോ പേഷ്യൻസിനും അവരവരുടെ പ്രശ്നങ്ങൾക്ക് അനുസൃതമായ ഇൻഡിവിജ്വലൈസ്ഡ് ആയ ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതായത് ഇതിനെ നമുക്കൊരു ജീവിതശൈലീ രോഗം അഥവാ മെറ്റബോളിക് അസുഖം എന്നീ ഗണങ്ങളിൽ കൂടി നമുക്ക് പെടുത്താവുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റിന് ജീവിതശൈലി മോഡിഫിക്കേഷൻ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ തന്നെ ഡയറ്റും എക്സർസൈസും വളരെ കാര്യമായി തുടങ്ങി 1-2 ആഴ്ച കഴിയുമ്പോൾ പതുക്കെ ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നതായിട്ട് പല പേഷ്യന്റിലും കാണാറുണ്ട്. കാരണം ഇവർക്ക് വളരെയധികം മൂഡ് സ്വിങ്സും നിരാശയും എല്ലാം സാധാരണ കണ്ടുവരാറുണ്ട് ഈ ഹോർമോൺ ഇംബാലൻസ് കാരണം. സോ അവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് ചെക്കപ്പ് നടത്തുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനെയും ഡയറ്റിനെയും എക്സർസൈസിനെയും കുറിച്ചുള്ള അവബോധം അവരിൽ ഉണ്ടാക്കുക. അതോടൊപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റും ആവശ്യമാണ്. സോ ഇതിനുള്ള ഒരു പരിഹാരം ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള PCO ക്ലിനിക്കിൽ തന്നെ നമ്മൾ കാണിച്ചതിനുള്ള ചികിത്സ തേടുക എന്നുള്ളതാണ്.